ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ലൈഫിൽ പോലും കാണാത്ത കുറേ സംഭവങ്ങളും കുറച്ച് ബിസിനസ് ഐഡിയാസും കുറച്ച് വിശേഷങ്ങളും ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ഞാനുള്ളത് അബുദാബി മോളിലാണ്. അബുദാബി മോളിനകത്ത് എക്സിബിഷൻ പോലെ നടക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു ഏരിയയിൽ പോയപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഞെട്ടിയെന്ന് പറയാം. ഇതൊക്കെ കുട്ടികൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയലൊക്കെ കൊണ്ട് വേസ്റ്റ് മെറ്റീരിയൽ റീസൈക്കിൾ ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് അബുദാബി ഇന്ത്യൻ സ്കൂളിലെ കുട്ടികളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ സ്കൂളിലെ കുട്ടികളും ചെയ്ത കുറേ ഐറ്റംസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ പേപ്പർ വെച്ചിട്ടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്ത സാധനങ്ങളാണ്. നമുക്കൊരിക്കലും ഇതിങ്ങനെ ചെയ്തതാണെന്ന് വിശ്വസിക്കാനേ പറ്റില്ല. അത് കണ്ടു കഴിഞ്ഞാലേ അത് അറിയത്തുള്ളൂ കേട്ടോ. അത്രയ്ക്കും ഭംഗിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടി വെച്ചതാണെന്ന്. പിന്നെയാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ആർട്ട് റീസൈക്ലിംഗ് ആണെന്ന്. ശരിക്കും കണ്ടപ്പോൾ ഞെട്ടിയെന്ന് പറയാം. കുറേ ആൾക്കാർ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നി. കാരണം ഇങ്ങനെയുള്ള കഴിവുകൾ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ മക്കളുടെ കഴിവുകളും ഇതുപോലെ പ്രദർശിക്കാൻ പറ്റുന്ന ഒരു അവസരം എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ കണ്ടോ, ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ഇരിക്കും. നമ്മൾ എത്ര പൈസ കൊടുത്താലും ഇതുപോലുള്ള ഐറ്റംസ് കിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെ വേസ്റ്റ് കൊണ്ടാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ വലിയ കൗണ്ടർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഓരോ കുട്ടിയുടെയും ആൾക്കാരുടെയൊക്കെ പേരും എല്ലാം വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തിരിക്കുകയാണ്. ഓരോ ഐറ്റംസിൻ്റെ അടുത്തും ആ ചെയ്ത ആൾക്കാരുടെ പേര് കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടത് അബുദാബി ഇന്ത്യൻ സ്കൂളിലെ കുട്ടികളുടെ പേരാണ് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോസ്റ്റർ പോലെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലായിട്ട്. അങ്ങനെ നമ്മളിതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പോയി എടുക്കുകയാണ്. പക്ഷെ കുറേ ആൾക്കാർ, നമുക്കങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ആൾക്കാരെ ഇടയിൽ പെടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ നമുക്ക് ഇതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. ഇത് കണ്ടോ, ഇത് കാർട്ടൂൺ പേപ്പേഴ്സ്, മറ്റേ നമ്മുടെ കാർട്ടൂൺ ബോക്സൊക്കെ ഇല്ല, അതിൻ്റെ ഷീറ്റ് കൊണ്ട് ചെയ്തതാണിത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞില്ല, റിയൽ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. ഇതൊക്കെ എങ്ങനെ കുട്ടികൾ ചെയ്തെടുത്തു എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഓരോ മോളിലൊക്കെ പോകുമ്പോഴും ചില സമയങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. പക്ഷേ ബാക്കിയെല്ലാം ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മളൊക്കെ ഇതുപോലെ അങ്ങ് ഷൂട്ട് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഫിഷ് നോക്കിയേ, ഈ ഒരു ഫിഷ് ശരിക്കും ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അവിടെ നിന്നിട്ട്. എന്നിട്ട് ഞാൻ പറയാം, ഓരോ സ്കൂളിലെ അബുദാബിയിലുള്ള എല്ലാ സ്കൂളിലെ കുട്ടികൾ ചെയ്ത വർക്ക്സാണിത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റയിലിട്ടപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഞങ്ങൾ എങ്ങനെ അബുദാബി വന്നിട്ട് ഇത് കാണും, ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണ്ടേ, പാസ്പോർട്ട് ഇല്ല, വിസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഭയങ്കര രസമാണ്. നോക്കി, വേസ്റ്റ് കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ തെളിവ് സഹിതം അവിടെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഓരോ കുട്ടികൾ ചെയ്ത കുട്ടികളുടെ കഴിവാണ് കേട്ടോ. ഇങ്ങനെയുള്ള കഴിവുകൾ നമ്മളുടെ മക്കൾക്കൊക്കെ ഉണ്ടാവും. നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളയുന്നത് കാണാം. ഇത് കണ്ടോ, ഈ ഒരു പിക്ചറ് ശരിക്കും നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ചെയ്ത്, വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തതാണ്. ശരിക്കും നമ്മുടെ എന്താ പറയുക, മനുഷ്യന്മാരിങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫീല് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, സോഹനെ ജിംനാസ്റ്റിക്കിന് വിട്ടിട്ട് നമുക്ക് 1 മണിക്കൂറുണ്ട്, പിന്നെ 1 മണിക്കൂറാണ് ക്ലാസ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. കാരണം സോഹ വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വെറുതെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സോഹൻ അവിടെ വിട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടന്നു. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മോന് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ വോയിസും ഇടയ്ക്ക് വരുന്നുണ്ടാവും. പിന്നെ കുറേ ആൾക്കാർ, ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ബിസിനസ് ചെയ്ത കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറയാൻ വേണ്ടി പോവാണ്. ഞാൻ മുമ്പ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് കാണുക കേട്ടോ. അതിനകത്ത് എല്ലാ ഐഡിയാസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് എവിടെ നിന്നാണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ കൂടുതലും ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ എടുത്തത് അജ്മാൻ, ദുബായ്, ഷാർജ അവിടെ നിന്നൊക്കെയാണ് കേട്ടോ.
അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടും. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങും, റോളായിട്ട് വാങ്ങും. അങ്ങനെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഫിലിപ്പിനോസ് ആയിരുന്നു. മലയാളികൾ ആരും ഇല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. മലയാളികൾ വരുവാണെങ്കിൽ പോലും ഞാൻ പറയാറുണ്ട്. കാരണം ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ക്യാഷുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്ര പ്രൈസാണല്ലോ, നാട്ടിൽ ഇത്ര കുറവിന് കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് പറയും സാധനം തീർന്നെന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞില്ല, മലയാളികൾ അങ്ങനെ എടുക്കത്തൊന്നുമില്ല, അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീ മലയാളിയല്ലേ എന്ന്. ശരിയാണ്, ഞാൻ മലയാളിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ബിസിനസ്സിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം കൂടി പറയണമല്ലോ. അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഫിലിപ്പിനോസ് ആണെങ്കിൽ അവർക്ക് സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറയാം. പിന്നെ അവരെപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഏറ്റവും നല്ല കസ്റ്റമേഴ്സായിട്ട് തോന്നിയത് അവരെയാണ് കേട്ടോ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ. കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിൽ ബെഡ്ഷീറ്റ്സും കേർട്ടൻസും എല്ലാം അങ്ങ് എടുക്കും. ഒരെടുക്കലിൽ തന്നെ ഒരു 10ഉം 15ഒക്കെ അവരെടുക്കും കേട്ടോ. അവരെടുക്കുന്നത് മാത്രമല്ല, അവർ എടുത്തതിന് ശേഷം അവർ മറ്റുള്ളവരിലോട്ട് അത് സെയിലും കൂടി ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കസ്റ്റമേഴ്സിനെ കിട്ടിയത് അങ്ങനെയാണ്. അപ്പം എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാനത് മുമ്പ് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്? അബുദാബിയിലുള്ളവർക്കൊക്കെ ഇക്ക തന്നെ കൊണ്ടുപോയി കൊടുക്കും. ദുബായ്, ഷാർജ, അലൈൻ, അജ്മാൻ ഇവിടെയൊക്കെ നമ്മൾ കൊറിയർ സർവീസിനെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് ക്യാഷ് കൊണ്ടുതരും. അങ്ങനെയാണ് കേട്ടോ കൊറിയർ സർവീസ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അവർ പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം ആ ക്യാഷും വാങ്ങിച്ചിട്ട് അവരുടെ എത്രയാണോ ചാർജ് അതും എടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് തരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്യും. ഇന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാളെ കിട്ടും. നമ്മൾ ആദ്യം കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെക്കരുത്. കുറച്ച് സാധനം കൊണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അത് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് സെയിൽ ചെയ്തതിന് ശേഷം ആ ഒരു പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ വീണ്ടും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെല്ലാം വാങ്ങിച്ച് കൂട്ടിയിട്ട് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ലേഡീസിനാണെങ്കിൽ വീട്ടിലിരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാം. കേക്ക് ചെയ്യാം, ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യാം, ഡേ കെയർ ചെയ്യാം. പക്ഷേ എല്ലാത്തിനും ഇപ്പോൾ ലൈസൻസ് വേണം. ലൈസൻസ് നിർബന്ധമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2000-3000 ദിർഹമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ചെക്കിങ്ങിന് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഓരോ ഷോപ്പിലും ഓരോ ഡ്രസ്സിനൊക്കെ കൊടുക്കുന്ന ചാർജ് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഞെട്ടാതിരിക്കില്ല കേട്ടോ. ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ 80-85 ദിർഹമൊക്കെ കൊടുക്കണം ലൈനിങ് വെച്ചിട്ട്. അല്ലാതെ 50 ദിർഹം കൊടുക്കണം. 50 ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ 1000-ന് മുകളിലായി. 80 ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 സംതിങ് ആയി. 1500 1800 അങ്ങനെ എന്തോ ആയി കേട്ടോ ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയല്ല, സ്റ്റിച്ചിങ് ഒരു മെഷീനും അറിയാമെങ്കിൽ, ഒരു സ്റ്റിച്ചിങ് അറിയാം, ഒരു മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊട്ടിയത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ല പൈസ കിട്ടും. നമ്മൾ ഒരു ചെറുതായിട്ടൊരു പൊട്ടിയ സ്റ്റിച്ചിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഷോപ്പിൽ 10 ദിർഹമൊക്കെ വാങ്ങും കേട്ടോ. നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു 5 ദിർഹം വാങ്ങുവാണെങ്കിൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ല, അതിനൊക്കെ ലൈസൻസ് എടുക്കണം എന്നൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ലൈസൻസ് എടുത്ത് തന്നെ ചെയ്യാം. നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കതൊരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, പിന്നെ ചില ആൾക്കാർ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബേഴ്സും അതേപോലെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ള ആൾക്കാർ, എപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആക്റ്റീവ് ആവുന്ന ആൾക്കാർ, അവർ ക്യാഷ് ഉണ്ടാക്കുന്നത് പ്രൊമോഷൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഓരോരുത്തരുടെ വീഡിയോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അവർക്കത് ക്യാഷ് കിട്ടുന്നുണ്ട്, നമ്മുടെ സമയം വേസ്റ്റാണ്. പക്ഷെ അവർ സമ്പാദിക്കുന്നത് അതിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പ്രൊമോഷൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടേതായിട്ടുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു സമയം നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻസ് ചെയ്യാം. നമുക്കതിനൊന്നും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യുവാണെങ്കിലും നമ്മളതിന് ലൈസൻസ് എടുത്തിട്ട് വേണം കേട്ടോ. ഇത് UAE ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടെ പാലിച്ചേ പറ്റുള്ളൂ. നമ്മുടെ നാടല്ല, നാട്ടിൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. പക്ഷേ നമുക്കൊക്കെ ഇവിടുത്തെ റൂൾസ് ഇഷ്ടമാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ നല്ല രീതിയിൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും, ആരെയും പേടിക്കാതെ.
നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവരെയും പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതുകൂടാതെ സ്ത്രീകൾക്ക് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ UAE. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാരൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സ്ട്രോളർ ഇക്കയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ പിന്നീടാണ് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത്. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം ആയിക്കഴിഞ്ഞു. സോഹ വരാറായിട്ടോ. അപ്പോൾ സോഹനെ പോയി ഒന്ന് പിക്ക് ചെയ്യണം. അല്ലെങ്കിൽ സോഹ പിന്നെ കരയാനൊക്കെ തുടങ്ങും നമ്മളവിടെ പോയി നിന്നില്ലെങ്കിൽ. അങ്ങനെ സോഹ വന്നിട്ടാ. സോഹ ഭയങ്കര ഹാപ്പിയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സന്തോഷിച്ച് പറയുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് കുഞ്ഞു കുട്ടികളുടെ തൊട്ടിലും അതൊക്കെ കാണിക്കാം കേട്ടോ. പുതിയ മോഡലാണ്, മദർ കെയറിലാണ് കേട്ടോ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര എന്തോ ഒരു ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളെയും കൂടി കാണിക്കാമെന്നുള്ളത് കേട്ടോ. നോക്കിയേ, ഇതൊക്കെയാണ്. പക്ഷേ ഇതിനൊക്കെ ഭയങ്കര പ്രൈസാണ്. മദർ കെയർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ കൊടുക്കുന്നതിൻ്റെ നേരെ ഡബിളല്ല അതിനേക്കാളും കൂടുതൽ കാണും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കിയേ. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു കുഞ്ഞിന് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവരെടുത്ത ഓർമ്മ ഇപ്പോഴും വന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നോക്കിയേ, നല്ല തൊട്ടിലാണ് കേട്ടോ. ഇതൊന്നും വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ചിലതൊക്കെ നമ്മുടെ കുട്ടികളുടെ എല്ലാ സാധനങ്ങളും വെക്കുന്ന ഇപ്പോൾ കബോർഡ് പോലെയൊക്കെ സെറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞു കുട്ടികളുടെ ഒരു ലോകം എന്ന് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഇത് നോക്കിയേ, ഇതും കുഞ്ഞു കുട്ടികളുടെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇരിക്കാനുള്ളൊരു ലാഡർ പോലെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനലിനകത്ത് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ പറയണം എന്തൊക്കെ വേണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓരോ കാര്യങ്ങളും ഡെയിലി ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണേ. എൻ്റെ ഇൻസ്റ്റഗ്രാമും അതേപോലെ തന്നെ യൂട്യൂബും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക്സ് ഫോർ വാച്ചിങ്.